ഹരിശ്രീ ഗണപതിക്ക് നമ അവ്യക്തമസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകൃതി ചിത്രമുണ്ടാകും. അത് തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാൽ വീഡിയോ ഇടുമ്പോഴൊക്കെ അത് ആദ്യം തന്നെ ലഭിക്കും, നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇന്ന് നമ്മൾ പറയുന്നത് അത്തം നക്ഷത്രത്തിനെ കുറിച്ചാണ്. നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു. ഏത് കാര്യവും വിജയകരമായി പൂർത്തിയാക്കുന്നതിനും സാധിക്കും. സന്തോഷത്തോടെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ തേടിയെത്തും. ഭാഗ്യം വർദ്ധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ അത് അലയടിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച നടത്തുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇത് നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കും. അനുകൂലമായ മാറ്റങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. വിദേശത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ ജോലി സാധ്യത കാണുന്നുണ്ട്. കൂടാതെ അവിടെ സ്ഥിരതാമസമാക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതിനുള്ളൊരു അനുമതി അവിടുന്ന് ലഭിക്കുന്നതിനുള്ളൊരു യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിയമങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നതിന് അങ്ങനെ ഒരു സാധ്യത കാണുന്നു. പലപ്പോഴും കരാർ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കരാർ പുതുക്കുന്നതിന് സാധ്യതയുണ്ട്. കരാർ ജോലികൾ ചെയ്യുന്നവർ പുതുക്കുന്നതിന് സാധ്യതയുണ്ട്. സാമ്പത്തിക വളർച്ചയും ഭാഗ്യവും ഒക്കെ തെളിയുന്നൊരു സമയമാണ്. സന്തോഷകരമായ പല മാറ്റങ്ങളും കുടുംബത്തിലും വ്യക്തിപരമായും അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. പിന്നെ നഷ്ടത്തിലായ പ്രസ്ഥാനങ്ങളെ പുനരുദ്ധരിക്കാനുള്ളൊരു സാമ്പത്തിക സഹായങ്ങളൊക്കെ വന്നു ചേരും. ഏതെങ്കിലുമൊക്കെ സ്ഥാപനം നടത്തിയിരുന്നെങ്കിൽ അത് നഷ്ടത്തിലായിരുന്നുവെങ്കിൽ അത് പുനരുദ്ധരിക്കാനുള്ള സാമ്പത്തിക സഹായമൊക്കെ കയ്യിൽ വന്നു ചേരുന്ന ഒരു സമയമാണിപ്പോൾ. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നത്. എന്ത് വിഷയമാണോ ഉദ്ദേശിച്ചത്, ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്, ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരം ലഭിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും ഈ 2025 അത്തനക്ഷത്രക്കാർക്ക് നല്ലൊരു സമയം തന്നെയാണ് കാണുന്നത്. പിന്നെ ചെറിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ കാണുന്നു. അതിന് പക്കപ്പിറന്നാളുകൾ തോറും അടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. വിശദമായ വീഡിയോ പിന്നീട് വരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത്. നമസ്കാരം.